നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇത് ദളിതരോ അല്ലെ ആ കുടുംബമോ ചെയ്യേണ്ട കാര്യമല്ല, ഒരു ജനാധിപത്യ സമൂഹം ചെയ്യേണ്ട ഒരു കാര്യമാണ്. ദളിത് സമുദായത്തിനുണ്ടാകുന്ന നിരന്തരം ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം എന്ന നിലയിൽ അവരെ ഒപ്പം നിർത്തേണ്ട, അവരുടെ ഭരണഘടനാ അവകാശങ്ങൾ ഉറപ്പിച്ചു നിർത്തേണ്ട ചുമതല ഭരണകൂടത്തിനും പൗരസമൂഹത്തിനുമുണ്ട്. അതിന് പകരം ഇതിന് മറ്റു കാരണങ്ങൾ കണ്ടുപിടിച്ച് നാളെ മുതൽ ആൾക്കാർ രംഗത്ത് വരും. ഇതൊന്നും അല്ല കാരണം, മറ്റെന്തോ ആണെന്ന് പറഞ്ഞിട്ട്. ഞാൻ പറയുന്നത് സമഗ്രമായ ഒരു അന്വേഷണം നടത്തി ഇതിന് അറുതി വരുത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട ദളിതരായ മത്സ്യത്തൊഴിലാളികളായ പിന്നോക്കക്കാരായ കുട്ടികൾ വരുമ്പോൾ അവർ ആക്രമണത്തിന് വിധേയമാകുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ മലയാളി സമൂഹം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യം സമഗ്രമായ അന്വേഷണം നടത്തി ഈ കുറ്റവാളികൾക്കെതിരെ, ഒരു ക്രിമിനൽ സംഘമാണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ അധ്യാപക സമൂഹത്തിലെ സവർണ ഓളിഗാർക്കിയാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. അവർക്ക് സഹിക്കാൻ പറ്റില്ല. അവർ മാത്രം വിലസുന്ന ഒരു പ്രദേശത്തേക്ക് ഒരു ദളിതൻ കടന്നു വരുമ്പോൾ ഉണ്ടാകുന്ന ജാതീയമായ പ്രശ്നങ്ങളാണ് അവർ യഥാർത്ഥത്തിൽ പുറത്ത് കാണിക്കുന്നത്. ആ അസ്വസ്ഥതയാണ് അവർ കാണിക്കുന്നത്. നമ്മൾ ചെയ്യേണ്ടത്, ഇന്ത്യയിൽ ഒരു വ്യവസ്ഥ നിലവിലുണ്ട്, ഭരണഘടന നിലവിലുണ്ട്, നിയമങ്ങളുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തി ഈ കുറ്റം ചെയ്ത കുറ്റവാളികളായിട്ടുള്ള ഈ അധ്യാപകരെ നമുക്ക് ശിക്ഷിക്കാൻ കഴിയുന്നില്ല എങ്കിൽ നമ്മൾ പരാജയപ്പെട്ട ഒരു സമൂഹമാണെന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ള ഒരു കാര്യം, ദളിത് സമുദായം നിങ്ങൾ ഇവിടെ കേരളീയർ വിചാരിക്കുന്നത് പോലെ ദുർബല വിഭാഗങ്ങളോ അല്ലെങ്കിൽ ഒന്നും പ്രതികരിക്കാൻ പറ്റാത്തവരൊന്നും അല്ല. അങ്ങനൊന്നും ആരും കരുതണ്ട. അത് തന്നെയാണ് പറയാനുള്ളത്. തീർച്ചയായും ഇതിൽ സമഗ്രമായ അന്വേഷണം നടത്തി കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുന്നത് വരെ, ആ കുടുംബത്തിന് നീതി കിട്ടുന്നത് വരെ കേരളത്തിലെ സാധ്യമായ മുഴുവൻ ശക്തികളെയും, സാമൂഹിക പ്രവർത്തകരെയും ജനാധിപത്യവാദികളെയും ദളിത് സമുദായ പ്രവർത്തകരെയും എല്ലാം ഒരുമിച്ച് അണിനിരത്തിക്കൊണ്ട് വലിയൊരു പ്രക്ഷോഭം നടത്തേണ്ടി വരുന്ന അവസ്ഥയിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഇത് ഞങ്ങളുടെ കൂടി നാടാണെന്ന്, ഞങ്ങളുടെ കുട്ടികൾ കൂടി പഠിക്കേണ്ട ഒരു സ്ഥലമാണ്. ഇവരൊക്കെ ആരാണെന്നാണ് ഈ പറയുന്നത്? ഈ അധ്യാപകരൊക്കെ ഇവർക്ക് നീതിബോധം എന്ന് പറയുന്നത് തൊട്ടുതെറിക്കാനില്ലേ? ഇല്ലെങ്കിൽ അവർ പരിഷ്കരിക്കപ്പെടണം. അവർ മനുഷ്യരായി ജീവിക്കാൻ പഠിക്കണം. അതിന് പകരം ഈ വിദ്യാർത്ഥിയോട്, ആ കുട്ടിയുടെ അമ്മയെ ആക്ഷേപിച്ചു എന്നൊക്കെ പറഞ്ഞു. അച്ഛന് പെയിന്റിംഗ് തൊഴിലാണെന്ന് കേട്ടപ്പോൾ തന്നെ എന്തോ മോശമായൊരു കാര്യമാണത് എന്ന നിലക്ക് ആ കുട്ടിയെ ആക്ഷേപിക്കുക ചെയ്യുന്നത്. ഇത്തരം വിചിത്ര ജന്തുക്കൾ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാൻ തുടങ്ങിയാൽ നമ്മളുടെ ഈ കുട്ടികളുടെ അവസ്ഥ എന്താവും? അപ്പൊ അതുകൊണ്ട് ഇതൊരു കാരണവശാലും വടക്കേന്ത്യക്ക് മാത്രം ചാർത്തി കൊടുക്കാവുന്ന ഒരു കുറ്റകൃത്യ വാസനയൊന്നുമല്ല. അത് കേരളത്തിലും നിർബാധം തുടരുന്ന ഒരു കാര്യമായിട്ടാണ് നിരവധി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ആ നിലക്ക് വളരെ സുശക്തമായൊരു നടപടി ഗവൺമെന്റിൽ നിന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ പൊതുസമൂഹത്തിൽ നിന്നും ജനാധിപത്യപരമായ ഒരു പ്രതികരണവും പ്രതീക്ഷിക്കുന്നു.